സംസാരിക്കുകയാണ് ഇന്ന് തത്സമയം. വലിയ ഒരു മുന്നേറ്റമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾ അവരുടെ വിശ്വാസം ബിജെപിയിലും എൻഡിഎയിലുമാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സ്നേഹം ബിജെപിയോടും എൻഡിഎയോടുമാണ്. ഇപ്പോൾ കേരളത്തിലെ കൃഷിക്കാർക്ക് പ്രേമം ബിജെപിയോടും എൻഡിഎയോടുമാണ്. एनडीए सहृदगणे इस बदलाव के पीछे केरलम की जनता का आशीर्वाद है। इसके पीछे केरलम बीजेपी के लाखों कार्यकर्ताओं की मेहनत है। हमारे कितने ही कार्यकर्ताओं ने यहां पॉलिटिकल वायलेंस के कारण अपना जीवन खोया है। मैं आज केरलम की मेरी ये पहली चुनाव सभा में उन सभी कार्यकर्ताओं को इस मंच से आदरपूर्वक श्रद्धांजलि देता हूं। സുഹൃത്തുക്കളെ, ഈ മാറ്റത്തിന് പിന്നിൽ കേരളത്തിലെ ജനങ്ങളുടെ അനുഗ്രഹമാണ്. ഇതിന് പിന്നിൽ കേരളത്തിലെ ബിജെപിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ അധ്വാനമാണ്. നമ്മുടെ എത്രയോ പ്രവർത്തകർ രാഷ്ട്രീയ ആക്രമണങ്ങളിൽ ജീവൻ ബലി നൽകി. ഇന്ന് ഇവിടെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിലെ എന്റെ ആദ്യത്തെ യോഗത്തിൽ വെച്ച് ഞാൻ ആ പ്രവർത്തകരുടെ മുമ്പിൽ പ്രണമിക്കുന്നു. एनडीए सहृदगणे केरलम को सुंदरतम क्यों कहा जाता है, इसका एहसास हमें पालक्काड़ आते ही हो जाता है। हमारा पालक्काड़ केरलम का प्रवेश द्वार है। यहां प्रकृति की अद्भुत सुंदरता भी है। केरलम की प्राचीन जीवन संस्कृति भी है और ये केरलम की प्रतिभा और परिश्रम का एक बड़ा केंद्र भी है। यहां कल्पाती मंदिर का महत्व बताते हुए काशी का उदाहरण दिया जाता है। काशी का सांसद होने के नाते ये मेरे लिए और भी विशेष है। സുഹൃത്തുക്കളെ, കേരളം സുന്ദരമാണ് എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇതിന്റെ തെളിവ് പാലക്കാട്ട് വരുമ്പോൾ മനസ്സിലാകും. നമ്മുടെ പാലക്കാട് കേരളത്തിന്റെ പ്രവേശന കവാടമാണ്. ഇവിടെ പ്രകൃതിയുടെ അത്ഭുതകരമായ സൗന്ദര്യമുണ്ട്. കേരളത്തിന്റെ പ്രാചീന ജീവിത സംസ്കാരമുണ്ട്. ഈ പാലക്കാട് ഇവിടം കേരളത്തിന്റെ പ്രതിഭകളുടെയും കഠിനാധ്വാനത്തിന്റെയും ഒരു വലിയ കേന്ദ്രവുമാണ്. ഇവിടെ കൽപ്പാത്തി ക്ഷേത്രത്തിന്റെ മഹത്വം പറയുമ്പോൾ സ്വാഭാവികമായും കാശിയെപ്പറ്റി, അവിടത്തെ വിശേഷങ്ങളെപ്പറ്റി പറയുന്നു. ഞാൻ കാശിയിൽ നിന്നുള്ള ലോകസഭ അംഗമാണ്. അതുകൊണ്ട് എനിക്കത് വളരെ വിശേഷപ്പെട്ടതാണ്. एनडीए सहृदगणे मैं इस पावन भूमि को नमन करता हूं। यहां के महान संत और समाज सुधारक पूज्य श्री नारायण गुरु, पूज्य चेतम्बी स्वामीकल, पूज्य मन्नत पद्मनाभन, पूज्य महात्मा अयनकाली और संत कुरियाकोस एलियास चावरा, मैं इन महान विभूतियों को भी प्रणाम करता हूं। സുഹൃത്തുക്കളെ, ഈ പാവന ഭൂമിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇവിടുത്തെ മഹാന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളായ പൂജ്യ ശ്രീനാരായണ ഗുരുദേവനെ,
പൂജ്യ ചട്ടമ്പി സ്വാമികളെ, പൂജ്യ മന്നത്ത് പത്മനാഭനെ, പൂജ്യ മഹാത്മാ അയ്യങ്കാളിയെ, അതോടൊപ്പം സെയിന്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നീ മഹാ തേജസ്വികളെ ഞാൻ പ്രണാമം ചെയ്യുന്നു. एनडीए सहयोगियों दशकों से केरलम स्वार्थी राजनीति के दो मुखौटों के बीच फंसा हुआ है. एक और एलडीएफ तो दूसरी ओर यूडीएफ, एक और कम्युनिस्ट तो दूसरी ओर कांग्रेस, एक भ्रष्ट तो दूसरा महाभ्रष्ट, एक सांप्रदायिक तो दूसरा महासांप्रदायिक. एलडीएफ यूडीएफ की सारी नीतियां केवल वोट बैंक पॉलिटिक्स के लिए ही होती है. इन्हें केरलम के विकास की कोई परवाह नहीं है. अब मैं आपको भरोसा देता हूं कि यहां बनने वाली बीजेपी एनडीए सरकार केरलम का तेज विकास करेगी, विकसित केरलम बनाएगी और ये मोदी की गारंटी है. What remain unchanged will change. Now Kerala will be